പല്ലുകൾ നമുക്ക് ശരിയാക്കണ്ടേ? അതിന് ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. Enriched with active calcium to redeposit the lost calcium in teeth. പ്രേക്ഷകരെ നേരെ ജമ്മു കാശ്മീരിലേക്കാണ് ഇനി പോകേണ്ടത്. അവിടെ കുപ്വാരയിലുണ്ടായ കുഴിബോംബ് സ്ഫോടനത്തിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരിക്കുകയാണ്. ഹവീൽദാർ സുബൈർ അഹമ്മദ് എന്ന സൈനികനാണ് ജീവൻ നഷ്ടമായത്. ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ജിഷ്ണു, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? കുഴിബോംബ് സ്ഫോടനം നടത്തിയത് ഏതു ഭീകര സംഘടനയാണ്? മറ്റു വിശദാംശങ്ങൾ പറയും. ഗൗതം, ഇന്നലെ രാത്രിയാണ് ജമ്മു കാശ്മീരിൽ അന്താരാഷ്ട്ര അതിർത്തിയിൽ കുപ്വാരയ്ക്കടുത്ത് ഇത്തരത്തിൽ കുഴിബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. സ്ഫോടനത്തിൽ പരിക്കേറ്റ കരസേനയിലെ ജവാൻ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. അതിർത്തിയിൽ അന്താരാഷ്ട്ര അതിർത്തിക്കടുത്ത് ത്രൈഖാമിലുള്ള പുത്തഹാഖാൻ ഗലിയിൽ ഇന്നലെ രാത്രി പെട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് കുഴിബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. അതിൽ 13 ജമ്മു കാശ്മീർ ലൈറ്റ് ഇൻഫൻട്രി അംഗം ഹവിൽദാർ സുബൈർ അഹമ്മദാണ് വീരമൃത്യു വരിച്ചിട്ടുള്ളത്. നിലവിൽ പ്രാഥമിക അന്വേഷണം സൈന്യം നടത്തിയിട്ടുണ്ട്. അതിൽ ഒന്നുകിൽ അന്താരാഷ്ട്ര അതിർത്തിക്കടുത്ത് ഭീകരരുടെ നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെ തടയുന്നതിനു വേണ്ടി സൈന്യം നടത്തിയിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ സ്ഫോടനം സംഭവിച്ചതാണോ, അതല്ലെങ്കിൽ അധികരിച്ച് നൽകിയിട്ടില്ല. ഏതായാലും ഇന്നലെ രാത്രിയാണ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. അതിൽ ആദ്യം ഗുരുതരമായി പരിക്കേറ്റ ഹവിൽദാർ സുബൈറിനെ അടുത്തുള്ള സൈനിക ആശുപത്രിയിലേക്ക് എത്തിയെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു. ഒപ്പം ഇന്നലെ ഏറ്റുമുട്ടലുണ്ടായിട്ടുള്ള ഉദ്ധംപൂർ വനമേഖലയിൽ ഇപ്പോഴും സൈന്യം പരിശോധന തുടരുകയാണ്. അവിടെ ഇന്നലെ ഒരു ജമ്മു കാശ്മീർ പോലീസ് ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചിരുന്നു. ഏറ്റുമുട്ടൽ നടക്കുന്നതിനിടെ 3 ഭീകരർ വനമേഖലയിലേക്ക് ഒളിച്ചു എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ ഭീകരരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഉദ്ധംപൂരിലെ വനമേഖലയിലും പരിശോധന തുടരുകയാണ്. ഗൗതം, ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ സൈനികൻ വീരമൃത്യു വരിച്ചിരിക്കുന്നു. ഹവീൽദാർ സുബൈർ അഹമ്മദ് എന്ന സൈനികനാണ് ജീവത്യാഗം ചെയ്തിരിക്കുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും ചേർന്നത്. ഇനിയും അന്താരാഷ്ട്ര വാർത്തകൾ കൂടി നോക്കണം. UN സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഭാരതം. ഭാരതത്തിനെതിരായ ഭീകരവാദ പ്രവർത്തനങ്ങളിലെ എല്ലാ കാലഘട്ടങ്ങളിലും പാകിസ്ഥാൻ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ്. ഈ പശ്ചാത്തലത്തിലാണ് സിന്ധു നദീജല കരാറിൽ നിന്നും ഭാരതം പിന്മാറിയത് എന്നാണ് UN സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല, പട്ടാള മേധാവികൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് ചരിത്രത്തിൽ ഒരുപാട് തവണ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത രാഷ്ട്രീയമാണ് പാകിസ്ഥാൻ എന്ന വിമർശനം കൂടി ഭാരതം UN-ൽ ഉന്നയിക്കുന്നു. ആദ്യം പ്രതികരണം കാണാം.